എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും SRS പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ പാലയ്ക്കടുത്ത് ഭരണങ്ങാനം ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള നല്ലൊരു വീടാണ്. പുതുപുത്തൻ വീട് 12 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന വീടിന് 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3 ബെഡ്റൂമുകൾ, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, കിച്ചൺ, വർക്ക് ഏരിയ, 2 വലിയ ഹാളുകൾ, കാർ പോർച്ച് തുടങ്ങിയ സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. വറ്റാത്ത വെള്ളം ലഭിക്കുന്നുണ്ട്. കിണറുമുണ്ട്. ബോർവെൽ സെക്കൻഡ് ഓപ്ഷനായിട്ട് ബോർവെൽ കൂടിയുണ്ട്. വെള്ളപ്പൊക്കമൊന്നും ബാധിക്കില്ലാത്ത നല്ലൊരു പ്രദേശത്താണ് ഈ വീട് വന്നിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീട്. നമുക്കിവിടെ 3-4 വീടുകൾ, പുതിയ വീടുകൾ തീർന്നിട്ടുണ്ട്. അത് ആദ്യത്തെ വീടാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് ചോദിക്കുന്ന പോലെ 65 ലക്ഷം രൂപ മാത്രമാണ്. ഭരണങ്ങാനം ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ്, പഞ്ചായത്ത് റോഡിൽ നിന്ന് കയറുന്ന രീതിയിലുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ഇരിക്കുന്ന നല്ലൊരു വീട്. അപ്പോൾ ചോദിക്കുന്ന പോലെ 65 ലക്ഷം രൂപയാണ്. നമുക്ക് ഈ വീടിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. നല്ല മനോഹരമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഭരണങ്ങാനം ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ചിരിക്കുന്ന നല്ല വീടാണിത്. ഇവിടെ ധാരാളം പുതിയ വീടുകൾ പണിത് വരുന്നുണ്ട്. ഈ ഒരു വീടൊക്കെ കൊടുക്കാനുള്ളതാണ്. നിലവിൽ നമുക്കിവിടെ 3 വീടുകളുണ്ട്. അതിൽ ആദ്യത്തെ വീടിൻ്റെ വീഡിയോയാണ് നമ്മളിന്ന് കാണുന്നത്. 12.25 സെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 1500 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. നല്ല വീതിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിരിക്കുന്നു. വീതിയൊരു ടാർ റോഡിൻ്റെ ഫ്രണ്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കോമ്പൗണ്ടെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്ത് ലാൻഡ്സ്കേപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. നല്ല വീതിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് കാണാം. നല്ല വീതി 2 വണ്ടികൾ കടന്നു പോകുന്ന രീതിയിലുള്ള ടാർ റോഡാണ് വീടിൻ്റെ ഫ്രണ്ടിൽ കടന്നു പോകുന്നത്. ഈ ഒരു ഭാഗം മുഴുവൻ ലാൻഡ്സ്കേപ്പ് ചെയ്ത് പുൽത്തകിടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് വീടിൻ്റെ പണികൾ മുഴുവൻ പൂർത്തിയായതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണ്. സൈഡുകളിൽ മുറ്റൽ കൂടി കൊടുത്തിരിക്കുന്നു. ഈ ഒരു സൈഡിൽ നല്ല പച്ചപ്പ് കൊടുത്തിരിക്കുന്നു. ചെടികളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു വലിപ്പം. ഒരു 3-4 കാറുകളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയൊരു മുറ്റമാണ്. കാർ പോർച്ച് ആണെങ്കിൽ നല്ല വലിയൊരു കാർ പോർച്ച്. ഏത് കാറുകളും നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനും തിരിക്കാനും ഒക്കെയുള്ള സ്പേസ് ഇവിടെയുണ്ട്. പില്ലറുകളൊക്കെ നല്ല ക്ലാഡിങ് വർക്കുകൾ, ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. സ്റ്റോൺ ക്ലാഡിങ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് തന്നെ സൈഡ് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. വീടിന് ചുറ്റും നടക്കാവുന്ന രീതിയിൽ സൈഡുകളിൽ കൂടി ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ പുറകുവശത്ത് നമുക്ക് അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പച്ചക്കറികളൊക്കെ നടാനുള്ള സ്പേസ് നമുക്ക് വീടിൻ്റെ പുറകുവശത്ത് വരുന്നുണ്ട്. അലക്കുകല്ലും അതോടൊപ്പം ടാപ്പുമൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നു. കിണർ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. കിണറിൻ്റെ മുകളിൽ നെറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. വറ്റാത്ത വെള്ളം ലഭിക്കുന്നൊരു ഏരിയയാണ്. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കാത്തൊരു പ്രദേശം കൂടിയാണ്. ഇതാണ് വീടിൻ്റെ പിൻഭാഗം. ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് വീടിൻ്റെ പുറകുവശത്തുമുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു ഭാഗത്താണ്. ഇവിടെയും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വീടിന് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കിണറിൻ്റെ സൈഡിലേക്ക് പോകുന്ന ഭാഗം കൂടി ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കുന്നു. ഇതിന് റൂഫ് വർക്ക് ചെയ്തിട്ടില്ല. റൂഫ് വർക്ക് ഒക്കെ ചെയ്യാവുന്ന രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കിണർ വെള്ളമുണ്ട്. കൂടാതെ സെക്കൻഡ് ഓപ്ഷനായിട്ട് ബോർവെൽ കൂടി ചെയ്തിട്ടുണ്ട്. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന മേഖലയല്ല. ഈ കോർണറിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. ഈ ഒരു കോർണറിലും നമുക്ക് നല്ല പെബിൾസൊക്കെ കൊടുത്ത് ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ കോമ്പൗണ്ട് മുഴുവൻ. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കോമ്പൗണ്ടെല്ലാം ചെയ്തിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫ്രണ്ടിൽ നമുക്ക് ചെടികൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് കൊണ്ടാണ് അതിൻ്റെ സൈഡെല്ലാം ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ നല്ല പെബിൾസൊക്കെ ഇട്ട് കൊടുത്ത് വളരെ ഭംഗിയായിട്ട് ഈ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് ഇവിടുത്തെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓൺലൈൻ ഡെലിവറി സംവിധാനങ്ങളെല്ലാം നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ്. ടൗണിൽ നിന്ന് അല്പം ഒതുങ്ങിയിരിക്കുന്ന നല്ലൊരു ഏരിയ. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. തേക്കിൻതടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ജനലുകളും കതകുകളുമൊക്കെയാണ്. ഫ്രണ്ട് ഡോർ തേക്കിൽ പണിതിരിക്കുന്നതാണ്. ഇതിൻ്റെ ഹാൻഡിൽ ഉൾപ്പെടെ തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. മെറ്റലൊന്നും അല്ല, നല്ല തടി കൊണ്ട് തന്നെ ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ കയറാം നമുക്ക് വീടിനകത്തേക്ക്. അകത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയിലേക്കാണ് കടന്നു വരുന്നത്. നല്ല ഭംഗിയേറിയ ഫ്ലോറിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എപ്പോക്സി ഒക്കെ ചെയ്തിരിക്കുന്നു. നല്ല വലിയൊരു ഹാള്.
ഫാനും ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയേറിയ ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു. നേരെ മുൻഭാഗത്ത് തന്നെയാണ് നമുക്ക് ടി വി യൂണിറ്റ് ചെയ്യാനുണ്ട്. ഇവിടെയാണ് ടി വി യൂണിറ്റ് വരുന്നത്. 2 ബെഡ്റൂമുകൾ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. 3 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയുടെ ഒരു വലിപ്പം. ഇവിടെ നിന്ന് വന്നാൽ ഈ പാസേജ് കടന്നാൽ നമ്മുടെ ഡൈനിങ് ഏരിയയാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ ഭാഗത്താണ് നമ്മുടെ കിച്ചണിൻ്റെ ഡോർ വരുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു പർഗോള കൂടി കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റ് വീടിനുള്ളിലേക്ക് കിടക്കാവുന്ന രീതിയിൽ ഒരു പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. ഹാളുകളിൽ മുഴുവൻ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലൈറ്റുകൾ, ഫാനുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണിലൊരു വുഡൻ ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചണാണ്. ധാരാളം കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റിന് ടോപ്പ് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് മുകൾ വശത്തും താഴേക്കുമായിട്ട് ധാരാളം കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കുന്നു. പുറകുവശത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് മോട്ടോറിൻ്റെ സ്വിച്ചും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഏരിയയും വന്നിരിക്കുന്നു. ഇഷ്ടംപോലെ റാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. നല്ല സൗകര്യപ്രദമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു കിച്ചണും വർക്ക് ഏരിയയും ഒക്കെയാണ് ഉള്ളത്. നമുക്ക് വാട്ടർ പ്യൂരിഫയർ വെക്കാനുള്ള ടാപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലഗ് പോയിന്റുകളെല്ലാം ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഫ്രിഡ്ജിനുള്ള പ്രൊവിഷൻ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം. 2 ബെഡ്റൂമുകൾ ഈ ഒരു സൈഡിലാണ് ഇടതും വലതുമായിട്ട് വരുന്നു. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂമാണ്. ബെഡ്റൂമിലെല്ലാം നല്ല ഭംഗിയേറിയ ഫ്ലോറിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2 സൈഡിലും വലിയ ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം അതുപോലെ തന്നെ കബോർഡുകളെല്ലാം ഉണ്ട്. വലിയ വാർഡ്രോബാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. 2 ഡോറുള്ള വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഇതെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ബെഡ്റൂമുകളെല്ലാം AC-യുടെ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൽ വാട്ടർ ഹീറ്ററിനുള്ള പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 ഡോറുള്ള വലിയ വാർഡ്രോബ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഉൾവശം കൂടി നമുക്ക് കാണാം. ഇഷ്ടംപോലെ സ്റ്റോറേജ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അടുത്ത ഒരു ബെഡ്റൂം ഇവിടെയാണ്. വീടിൻ്റെ മുൻഭാഗത്ത് വരുന്ന ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. 3 ബെഡ്റൂമിലും വാർഡ്രോബുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമുകളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സൗകര്യപ്രദമായ രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. അതും ബജറ്റും കുറവാണ്. 65 ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പാലായ്ക്ക് സമീപം പാല ഇരാറ്റുപേട്ട ഹൈവേയിൽ ഭരണങ്ങാനം ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം മാറി ഭരണങ്ങാനം പ്രവിത്താനം റോഡിന് അല്പം അടുത്ത സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 12.5 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട്. 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് 3 ബെഡ്റൂമുകൾ, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, നല്ല വിശാലമായ മുറ്റം മുഴുവൻ ഇന്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ ഉൾവശം എല്ലാം കണ്ടു കഴിഞ്ഞു. നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. ആരാധനാലയങ്ങളെല്ലാം നമുക്ക് അടുത്തുണ്ട്. ഭരണങ്ങാനം പള്ളിയിലേക്ക് 1.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ചൂണ്ടശ്ശേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 2 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങൾ കൊണ്ട് നിറഞ്ഞ നല്ലൊരു ഏരിയയിലാണ് വീട് വന്നിരിക്കുന്നത്. ടൗണിൻ്റെ തിരക്കുകളിൽ നിന്ന് അല്പം അകത്തേക്ക് മാറിയിരിക്കുന്ന നല്ലൊരു ഏരിയയാണ്. അപ്പോൾ ചോദിക്കുന്ന വില 65 ലക്ഷം രൂപ മാത്രമാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു വീടാണിത്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെക്കാണ് നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഈ വീടിൻ്റെ ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ലോൺ സൗകര്യത്തോടുകൂടി വാങ്ങാനുള്ള സപ്പോർട്ടുകളെല്ലാം ഞങ്ങൾ തരുന്നതാണ്. വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.